എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വർഷം 2005 ഫെബ്രുവരി മാസം 14 ജാവേദ് കരീം, ചോഡ് ഹർലി, സ്റ്റീവ് ചെൻ എന്നീ 3 സുഹൃത്തുക്കൾ ഒരു വലിയ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തു. പേര് യൂട്യൂബ് എന്നായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ലോകത്തിലെ തന്നെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ വീഡിയോ വെബ്സൈറ്റായി യൂട്യൂബ് മാറി. പക്ഷേ 2005 ഈ ഒരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് ഒരിക്കലും ചിന്തിച്ചു കാണില്ല, ഒരു കൂട്ടം ആളുകൾ മറ്റൊരു കൂട്ടം ആളുകളെ കുറ്റം പറയുന്ന ഒരു വലിയ പ്രതിഭാസം വളർത്തിയെടുത്തുകൊണ്ട് കുറ്റം പറയൽ ക്യാൻവാസിങ്ങിന് കൂടിയുള്ള ഒരു പ്ലാറ്റ്ഫോമായി യൂട്യൂബ് മാറുമെന്ന്. ഇന്ന് നമുക്ക് ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ, മ്യൂസിക്, എൻ്റർടൈൻമെൻറ്റ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു ശ്രേണിയാണ് യൂട്യൂബെങ്കിലും ആളുകളെ കുറ്റം പറഞ്ഞ് ചെയ്യുന്ന വീഡിയോകൾക്കുള്ള പ്രചാരം നമ്മളെ പലപ്പോഴും അതിശയിപ്പിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകളെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യാൻ ചില ആളുകൾക്ക് പ്രേരകമാകുന്നതെന്നും എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഈ കുറ്റം പറയുന്ന വീഡിയോ ഇരുന്ന് കാണുന്നതെന്നും നമുക്കറിയണ്ടേ. ഈ കുറ്റം പറയുന്നതിനും കുറ്റം കേൾക്കാൻ അമിതമായി ക്യൂരിയസ് ആവുന്നതിനും മുന്നിൽ സൈക്കോളജി ഉണ്ട്, ന്യൂറോ സയൻസ് ഉണ്ട്. ഫിലോസഫിക്കലായി ചിന്തിക്കുമ്പോൾ ഇതിനൊക്കെയുള്ള അർത്ഥവും പർപ്പസും ചിന്തിക്കുമ്പോൾ ഒരുപാട് അർത്ഥങ്ങളും പർപ്പസും ഒക്കെ ഉണ്ട്. ഗുണമായാലും ദോഷമായാലും നല്ലതിനാണെങ്കിലും മോശത്തിനാണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റിയുള്ള അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറ്റം പറയുന്നത് കേൾക്കാൻ താല്പര്യവും ആഗ്രഹവും ഇഷ്ടവും ക്യൂരിയോസിറ്റിയൊക്കെയുള്ള മനുഷ്യരുടെ മനഃശാസ്ത്രം ഒന്ന് നോക്കിയാലോ. ഹ്യൂമൻ ബ്രെയിൻ നാച്ചുറലായി സോഷ്യൽ ഇൻഫർമേഷൻസ്, എസ്പെഷ്യലി ഇമോഷണലി സിഗ്നിഫിക്കൻറ്റ് നെഗറ്റീവ് ഇൻഫർമേഷൻസ് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ സങ്കടത്തിൽ ആനന്ദം കണ്ടെത്തുക, നിരന്തരം മറ്റുള്ളവരെ താഴ്ത്തി കാണിക്കുക, ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുറ്റങ്ങൾ പറഞ്ഞ് ആക്ഷേപിക്കുക എന്നീ കാര്യങ്ങളൊക്കെ തികച്ചും വേറിട്ട കാര്യങ്ങളാണ്. ഈ കുറ്റം പറയുന്നത് കേട്ടിരിക്കാൻ ഒരു താല്പര്യം തോന്നുന്നതിന് ചില സൈക്കോളജിക്കൽ കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. സോഷ്യൽ ഇൻഫർമേഷൻ ക്രേവിങ്സ്, അതായത് നമ്മൾ പണ്ട് നമ്മുടെ പൂർവികർ കാടുകളിൽ ജീവിച്ചിരുന്ന കാലം മുതൽ, സംഘടിതമായി ഒന്നു ചേർന്ന് നടന്നിരുന്ന കാലം മുതൽ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ അവരിലുണ്ടായിരുന്നു. ഒരു തരത്തിൽ അവർക്കതൊരു സംരക്ഷണമായിരുന്നു, മറ്റൊരു തരത്തിൽ കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷയും കൗതുകവുമായിരുന്നു. ആരാണ് എന്താണ് ചെയ്തത് എന്നറിയാനുള്ള കൗതുകം നമ്മുടെ ബ്രെയിനിൽ വളരെ ഡിഫോൾട്ടായിട്ട് പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന ഒന്നാണ്. നല്ല കാര്യമാണെങ്കിലും മോശം കാര്യമാണെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് പത്രങ്ങൾക്കും ന്യൂസ് ചാനൽസുകൾക്കും ഇത്രയധികം പ്രചാരം ലഭിക്കുന്നത്. പത്രവായന മത്സര പരീക്ഷകളിൽ വളരെ പ്രധാനമായി മാറുന്നതും സോഷ്യലി അവെയർ ആയിട്ടുള്ള ഒരാളായി തീരണം ഓരോ പൗരനും എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. പക്ഷേ നല്ല വാർത്തകൾക്കപ്പുറം തെറ്റായ വാർത്തകളും മോശമായ വാർത്തകളും കാണാൻ ഇത്രയും ആളുകൾ കൂടുന്നത് എന്തുകൊണ്ടാണ്? അതിന് കാരണം നമ്മുടെ ബ്രെയിനിൻ്റെ നെഗറ്റിവിറ്റി ബയാസ്. നിങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ല കാര്യങ്ങളെയും മോശം കാര്യങ്ങളെയും എടുത്താൽ നമ്മുടെ ബ്രെയിൻ കൂടുതലും ശ്രദ്ധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സങ്കടകരമായ അനുഭവങ്ങളായിരിക്കും. നെഗറ്റീവായിട്ടുള്ള, എംബാരസിങ് ആയിട്ടുള്ള, ഡൗൺ ആയിപ്പോയിട്ടുള്ള സിറ്റുവേഷൻസിനെ ആയിരിക്കും നമ്മുടെ ബ്രെയിൻ ഓവർ അനലൈസ് ചെയ്യുന്നത്. നമുക്ക് വരുന്ന നല്ല കാര്യങ്ങൾക്കൊന്നും നമ്മൾ അത്ര വലിയ പ്രാധാന്യം കൊടുക്കാറുമില്ല നമ്മുടെ ഓർമ്മകളിൽ. അതാണ് നമ്മുടെ ബ്രെയിനിൻ്റെ നെഗറ്റീവ് ബയസ് ടെൻഡൻസി. അതായത് ചുറ്റുമുള്ള ആളുകളുടെ ജീവിതത്തിലെ നെഗറ്റിവിറ്റി ഒപ്പിയെടുക്കുന്ന ഒരു സ്പഞ്ച് പോലെ നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് അവൾ എന്ത് നല്ല കാര്യം ചെയ്തു എന്ന് ശ്രദ്ധിക്കുന്നതിന് പകരം അവൾക്ക് എന്തൊക്കെ കുറ്റമുണ്ട് എന്ന് ശ്രദ്ധിക്കാൻ എല്ലാവർക്കും താല്പര്യം തോന്നുന്നത്. സൈക്കോളജിയിൽ വളരെയധികം കാണുന്ന ഒരു വേർഡാണ് ഷാഡൻഫ്രോയിഡ. എന്താണ് ഷാഡൻഫ്രോയിഡ? മറ്റൊരാൾക്ക് സംഭവിച്ച സെറ്റ്ബാക്ക് അവർ നമ്മളെക്കാൾ താഴെയായി എന്ന് തോന്നിപ്പിക്കുന്ന ബ്രെയിനിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ടെക്നിക്കാണ് ഷാഡൻഫ്രോയിഡ എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരും നന്നായിരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുമെങ്കിലും ആരും തന്നെക്കാൾ നന്നാവണ്ട എന്നുള്ള ഒരു ആഗ്രഹം കൂടി മനുഷ്യൻ്റെ ബ്രെയിൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ജീവിക്കുന്ന, നല്ല ജീവിത സാഹചര്യങ്ങളുള്ള, സമ്പത്തുള്ള, പ്രശസ്തിയുള്ള, കഴിവുകളുള്ള ആളുകൾക്ക്
ഏത് തരത്തിലുള്ള സെറ്റ് ബാക്ക് വന്നാലും അവർ നമ്മളെക്കാൾ ഒരുപടി താഴെയാണെന്ന് നമുക്ക് ഒരു അസംഷനിൽ എത്താൻ പറ്റുകയും അതിൽ നിന്ന് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും. അവർക്കുണ്ടായ മോശം അനുഭവം എനിക്കുണ്ടായില്ലല്ലോ എന്നുള്ള വളരെ വിചിത്രമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഷാഡൻ ഫ്രോയിഡ എന്ന് പറയുന്നത്. ഷാഡൻ ഫ്രോയിഡയെ പറ്റിയുള്ള ഒരു ആധികാരികമായ ഡെഫിനിഷൻ ഞാൻ വായിക്കാം. Schadenfreude is a feeling of pleasure, satisfaction, or amusement when another person experiences misfortune, failure, embarrassment, or a setback. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫീലിംഗ് പ്ലഷർ അറ്റ് സംവൺ എൽസ് മിസ്ഫോർച്യൂൺ. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമ്പോൾ ഒരു കാര്യമില്ലാത്ത ഒരു സന്തോഷം, ഒരു സമാധാനം, ഒരു ആത്മനിർവൃതി. ഇതാണ് ഷാഡൻ ഫ്രോയിഡ. ഇതിനെ ഒരു സോഷ്യൽ ഇമോഷൻ ആയിട്ടാണ് സൈക്കോളജിയിൽ പറയുന്നത്. ഇതിന് ചില പില്ലേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് ഈ ഷാഡൻ ഫ്രോയിഡയെ സ്റ്റേൺ ആയിട്ട് താങ്ങി നിർത്തുന്ന പില്ലേഴ്സ് എന്ന് പറയുന്നത് സോഷ്യൽ കമ്പാരിസൺ, എൻവി, പെർസീവ് ഡിസേർവിംഗ്നെസ് ആൻഡ് വില്ലിംഗ്നെസ് ഓഫ് ജസ്റ്റിസ് എന്നിവയാണ്. ഷാഡൻ ഫ്രോയിഡയ്ക്ക് 3 പ്രധാന ഇൻഗ്രീഡിയൻസ് കൂടി ഉണ്ടെന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. ഒന്നാമത്തേത് കമ്പാരിസൺ ആണ്. അവൻ എന്നെക്കാളും താഴ്ന്ന രീതിയിലാണല്ലോ, ഞാൻ സ്വയം മെച്ചപ്പെട്ട് നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ള കമ്പാരിസൺ. രണ്ടാമത്തേത് എൻവി അഥവാ റിസെന്റ്മെന്റ് ആണ്. എനിക്ക് കിട്ടാത്തത് അവൾക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ ഈ ആളുകൾ അവളെ കുറ്റം പറയുന്നതിൽ കൂടി അവൾക്ക് കിട്ടിയതിന്റെ മൂല്യം അല്പം കുറഞ്ഞല്ലോ, സോ അവളിപ്പോൾ എന്നേക്കാൾ ഒരുപടി താഴെയായല്ലോ എന്നുള്ള എൻവിയസ് ചിന്താഗതി. നമ്പർ 3 ഡൗൺഫോൾ മാച്ചിങ്. അതായത് ഞാനോ ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരിക്കുന്നു, അവനും അല്ലെങ്കിൽ അവളും ഏകദേശം അതേ ഒരു അവസ്ഥയിൽ തന്നെയാണല്ലോ, സന്തോഷം എന്നുള്ള ഡൗൺഫോൾ മാച്ചിങ് ചിന്താഗതി. ഈ 3 ഇൻഗ്രീഡിയൻസിനെ കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ വിചിത്രമായിട്ടുള്ള ഷാഡൻ ഫ്രോയിഡ റെഡി. ഈ ഷാഡൻ ഫ്രോയിഡ എന്ന സോഷ്യൽ ഇമോഷൻ നമ്മുടെ ബ്രെയിനിൽ വരുന്നത് കൊണ്ടാണ് ഈ തരത്തിലുള്ള നെഗറ്റീവ് അപ്രോച്ചസ് ചിലപ്പോഴെങ്കിലും നമ്മളിൽ പലർക്കും ഉണ്ടാകുന്നത്. ഇനി സെൽഫ് എസ്റ്റീമിനും സെൽഫ് കമ്പാരിസണും എന്താണ് ഇതിലുള്ള പങ്ക്? മറ്റൊരാളുടെ തെറ്റുകളോ കുറ്റങ്ങളോ അബദ്ധങ്ങളോ അമളികളോ കേൾക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ വ്യക്തിയെയും നമ്മളെയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യും. ഓ, അവൾ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയല്ലേ, ഓ അവന് അങ്ങനെ തന്നെ വേണം, കയ്യിലിരിപ്പ് കൊണ്ടാണ്, എന്തായാലും ഞാൻ അത്രയ്ക്കൊന്നും മോശപ്പെട്ടു പോയില്ലല്ലോ, എനിക്ക് അത്രയ്ക്കൊന്നും പ്രോബ്ലംസ് ഒന്നും വന്നില്ലല്ലോ, ഞാൻ അത്രയൊന്നും പറ്റിക്കപ്പെടാൻ പറ്റുന്ന ഒരാളല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ സെൽഫ് എസ്റ്റീം ഒന്ന് ഉയർന്നതായിട്ട് നമുക്ക് തോന്നും. ഇത് ശരിക്കും ഫേക്ക് ആയിട്ടുള്ളൊരു തോന്നലാണ്. പക്ഷേ ഈ സെൽഫ് കമ്പാരിസണിൽ നിന്നും എത്തിച്ചേരുന്ന സെൽഫ് എസ്റ്റീം റീച്ച് കാരണം ആളുകൾക്ക് കൂടുതൽ ക്യൂരിയോസിറ്റി ഉണ്ടാവും. നെഗറ്റിവിറ്റി അബ്സോർബ് ചെയ്യാനും ആളുകൾ കുറ്റം പറയുന്നത് കേൾക്കാൻ വളരെയധികം സന്നദ്ധ കാണിക്കാനും സമയം കണ്ടെത്താനും. ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, വാലിഡേഷൻ. അതായത് ഒരാൾ മറ്റൊരാളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ നമ്മൾ അതിനു മുമ്പ് അവരെക്കുറിച്ച് കരുതിയിരുന്ന പല കാര്യങ്ങളും കൺഫേംഡ് ആയതുപോലെ നമുക്ക് തോന്നും, ശരിയാണല്ലോ, ഈ പറയുന്ന കുറ്റങ്ങളൊക്കെ കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിലുള്ള എൻ്റെ അഭിപ്രായങ്ങൾ കൂടിയായിരുന്നല്ലോ, അതിനെ ഇപ്പോൾ മറ്റൊരാൾ ശരിവെക്കുന്നു, അത് എനിക്ക് കിട്ടുന്ന ഒരു വാലിഡേഷൻ ആണ് എന്നുള്ള ഒരു തോന്നൽ. ഈ വാലിഡേഷൻ എന്ത് ചെയ്യും? നമുക്ക് കിട്ടുന്ന ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് നമ്മുടെ ബ്രെയിൻ സെൻസ് ചെയ്യുകയും നമ്മുടെ ഡോപ്പമിൻ ഇൻക്രീസ്ഡ് ആവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എത്ര ദൈർഘ്യമുണ്ടെങ്കിലും എത്രയൊക്കെ പേരും എവിടെയൊക്കെ വെച്ച് പറയുന്നുണ്ടെങ്കിലും അതൊക്കെ കേൾക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട് പോയി നിൽക്കുന്നത്, കേൾക്കാൻ താല്പര്യം കാണിക്കുന്നതും അത് വീണ്ടും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇമോഷണൽ ബോണ്ടിങ്ങിന് പ്രാധാന്യമുണ്ടോ? ഇമോഷണൽ ബോണ്ടിങ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് ഒരാൾ മറ്റൊരാളെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ വളരെ അപഹാസ്യമായി കുറ്റങ്ങൾ പറയുന്നു. അതിന് പിന്നാലെ കേൾക്കാനും അത് ശരിവെക്കാനും പോകുന്ന ആയിരക്കണക്കിന് ആളുകൾ ചിന്തിക്കുന്നത് എൻ്റെ ഒപ്പീനിയനും ആ കുറ്റം പറയുന്ന ആളുടെ ഒപ്പീനിയനും തമ്മിൽ നല്ലധികം കണക്ഷൻ ഉണ്ടല്ലോ, സോ വി ആർ വെരി ക്ലോസ്, ലൈക്ക് നമ്മൾ ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ്, നമുക്ക് ഇത്ര പെട്ടെന്ന് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്ര ബുദ്ധിയും നല്ല നിലവാരവും നല്ല സാംസ്കാരിക അടിത്തറയും ഉള്ളവരാണ്, സോ നമ്മളാണ് ക്ലോസ് സർക്കിളിൽ വരുന്നത് എന്നുള്ളൊരു ബോണ്ടിങ് അവരുമായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ നാളെ അവർ ആരെക്കുറിച്ച് കുറ്റം പറഞ്ഞാലും ഇനി നമുക്കൊരു പരിചയവും ഇല്ലാത്തവരാണെങ്കിൽ പോലും അവരുടെ അടുത്ത് പോയി ആ കുറ്റങ്ങൾ കേൾക്കാനുള്ള റെഡിനെസ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്നത്. ക്യൂരിയോസിറ്റി ആൻഡ് ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ.
അതായത് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരാളെ പറ്റി നമ്മൾക്കുള്ള അഭിപ്രായങ്ങൾ അത്രയും മറ്റൊരാൾ കുറ്റങ്ങളായി പറയുന്നുണ്ടോ? ഇനി ആ കുറ്റങ്ങളായി പറയുന്നതിൽ നിന്ന് നമുക്കറിയാത്ത പുതിയ എന്തെങ്കിലും ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുമോ? ഇനി അവർ പറഞ്ഞതിൽ നമുക്ക് പൂർണ്ണമായും മനസ്സിലാകാത്ത ഏരിയാസിന്റെ ഇൻഫർമേഷൻസ് നമുക്ക് എവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും? ഇത്തരത്തിൽ ഒരുതരം ക്യൂരിയോസിറ്റിയും അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻസും നമ്മുടെ മനസ്സിൽ ബാക്കിയാകുന്നു. അത് വീണ്ടും വീണ്ടും കുറ്റം പറയുന്ന കേന്ദ്രങ്ങളെ തേടി പോകാനുള്ള ഒരു പ്രവണതയായിട്ട് നമ്മുടെ മനസ്സിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇതിനെയൊക്കെ തന്നെ നമ്മളൊരു ന്യൂറോ സയൻസ് ആംഗിളിൽ നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യം എന്നിവയൊക്കെ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകുന്ന കാര്യമല്ല. അതായത് നമ്മുടെ ബ്രെയിനിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് നിന്നും ഉത്ഭവിക്കുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ബ്രെയിനിൽ അങ്ങനെ ഒരു നെഗറ്റിവിറ്റി കോർണറോ ഗോസിപ്പ് സെന്ററോ ഒന്നും തന്നെ ഇല്ല. ആകെ കൂടെ ഉള്ളത് ഒരു ഇന്ററാക്ഷൻ ആണ്. റിവാർഡ്, അറ്റൻഷൻ, ത്രെറ്റ് ഡിറ്റക്ഷൻ, സോഷ്യൽ കോഗ്നീഷൻ. ഈ കാര്യങ്ങളുടെ ഒരു ഇന്റർ കണക്ഷൻ വരുന്നത് കാരണമാണ് ഇത്തരത്തിലുള്ള ടെൻഡൻസി മനുഷ്യർക്കുണ്ടാകുന്നത്. നമ്മുടെ ബ്രെയിനിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെ പറ്റിയുള്ള അല്ലെങ്കിൽ ഈ ലോകത്തെ പറ്റി തന്നെയുള്ള എന്തു വിവരങ്ങളും നമ്മുടെ ബ്രെയിനിന് വളരെ റിലവൻ്റ് ആണ്. കാരണം അതിജീവനത്തിന് പ്രാപ്തിയുള്ളവർ മാത്രം അതിജീവിച്ചു പോകണമെന്നുള്ള സിദ്ധാന്തം ഉള്ളതുപോലെ നമുക്ക് ഈ ലോകത്ത് ജീവിച്ചു പോകണമെങ്കിൽ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും വളരെ സമഗ്രമായിട്ടും സൂക്ഷ്മമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്ന നിലയിലാണ് നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിലെ അമിഗ്ഡല ഉൾപ്പെടെയുള്ള ത്രെഡ് പ്രോസസ്സിംഗ് നെറ്റ്വർക്ക്സ് ഇത്തരം ഇമോഷണലി സിഗ്നിഫിക്കൻറ്റ് ആൻഡ് സോഷ്യലി സെൻസിറ്റീവ് ഇഷ്യൂസിലേക്ക് നമ്മുടെ അറ്റൻഷൻ ടേൺ ചെയ്യിപ്പിക്കാൻ സഹായകരമാകുന്നു. വെൻട്രൽ സിയാട്രം ഉൾപ്പെടുന്ന മേഖലകളിൽ റിവാർഡ് റിലേറ്റഡ് ക്യൂരിയോസിറ്റി കൂടി ഉണ്ടാകും. അതായത് ഒരു ആന്റിസിപ്പേഷൻ റിവാർഡ് പ്രോസസ്സിംഗ് നടക്കുന്നു. കഥകൾ പൂർണ്ണമല്ലാത്തത് കൊണ്ടും അറിവുകൾ പൂർണ്ണമല്ലാത്തത് കൊണ്ടും നമ്മൾ വളരെയധികം ക്യൂരിയസ് ആവുകയും ചെയ്യുന്നു. പിന്നെന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായത്? അതിനുശേഷം കിട്ടിയ സെറ്റ് ബാക്സ് അത്രയും മതിയായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾ ഒരേ കഥയുടെ പിന്നാലെ പലതവണ പോകാനും ആ കഥ പൂർണ്ണതയിൽ എത്തിക്കഴിയുമ്പോൾ പുതിയ കഥകൾക്കും പുതിയ ഗോസിപ്പുകൾക്കും പിന്നാലെ പോകാനും പ്രചോദനമാകുന്നു. ലോജിക്കലായി തിങ്ക് ചെയ്യുകയും സോഷ്യൽ ജഡ്ജ്മെന്റ് നടത്തുകയും ചെയ്യുന്ന പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിലെ ഒരു പ്രധാന ഭാഗമാകട്ടെ മറ്റൊരാളുടെ പ്രവൃത്തി തെറ്റാണോ ശരിയാണോ എന്നുകൂടി വിലയിരുത്തി തുടങ്ങും. പ്രിഫ്രണ്ടൽ റീജിയൻസ് ഉൾപ്പെടെയുള്ള സോഷ്യൽ കൊഗ്നിറ്റീവ് നെറ്റ്വർക്ക്സുകൾ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ അതിന്റെ മറുവശം കൂടി ചിന്തിക്കാൻ തുടങ്ങുന്നത്. അവൻ അല്ലെങ്കിൽ അവൾ എന്തുകൊണ്ട് ഇത് ചെയ്തു? എന്തൊക്കെയാണ് അതിനു മുന്നിൽ ഉണ്ടാകാനിടയുള്ള ഫ്ലാഷ് ബാക്സ്? എന്തെങ്കിലും കാരണങ്ങൾ ആ ഒരു തെറ്റിനെയോ ആ ഒരു കുറ്റത്തെയോ ന്യായീകരിക്കുന്നുണ്ടോ എന്നൊക്കെ കൂടി അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി വീണ്ടും വീണ്ടും കുറ്റം പറയുന്നിടത്തേക്ക് പോകാനും കുറ്റം പറയുന്ന സോഴ്സിലുള്ള ഇൻഫോർമേഷൻസ് മാക്സിമം അക്യൂർ ചെയ്യാനും ഒക്കെ കാരണമാവുന്നു. മറ്റൊരാളുടെ മനസ്സിലും ആ ആളുടെ ജീവിതത്തിലും എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നറിയാനുള്ള ഒരാവശ്യവുമില്ലാത്ത ക്യൂരിയോസിറ്റിയോടുകൂടി നിരന്തരം കുറ്റങ്ങൾ കേൾക്കാനും കുറ്റപ്പെടുത്താനും കുറ്റങ്ങൾ പറയുന്നവരെ സപ്പോർട്ട് ചെയ്യാനും ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഗോസിപ്സ് എന്ന് പറയുന്നത് വെറും സ്പൈസി ഇൻഫോർമേഷൻസ് മാത്രമല്ല, മറ്റൊരാളുടെ ഇന്റൻഷൻസ് ഡീകോഡ് ചെയ്യുന്നതിനുള്ള ബ്രെയിൻ ആക്ടിവിറ്റി കൂടിയാണ്. കമ്പാരിസൺ സർക്യൂട്ടറി, അതായത് ഞാൻ എവിടെയാണ് എന്നുള്ളത്. ഒരാൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നു, നമ്മൾ അത് പോയി കേൾക്കുന്നു. ആ പറയുന്ന കുറ്റങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലില്ല, പക്ഷെ അവർ പറയാത്തതും മറ്റാർക്കും അറിയാത്തതുമായ ഒരുപാട് കുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടതാനും. എങ്കിലും ഇത്തരത്തിൽ പറയപ്പെടുന്ന അധിക്ഷേപിക്കപ്പെടുന്ന കുറ്റങ്ങൾ നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കുറ്റങ്ങൾ വളരെ ചെറുതായി കാണാനും നമ്മൾ അവരെക്കാൾ എത്രയോ മേലെ എത്തിച്ചേർന്നു എന്നുള്ള ആത്മനിർവൃത്തി കിട്ടാനും സഹായിക്കുന്നത് കൊണ്ട് തന്നെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കുണ്ടാകുന്ന ആത്മസന്തോഷം അത്ര ചെറുതൊന്നുമല്ല. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് എന്തെന്നാൽ ഈ പറയുന്ന നെഗറ്റീവ് സോഷ്യൽ ഇൻഫോർമേഷൻസ് അറ്റൻഷൻ പിടിച്ചു പറ്റുന്നതിനും അതിനു പിന്നിലെ കാര്യകാരണങ്ങളെ കണ്ടെത്താനുള്ള ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കാനും മറ്റുള്ളവരുടെ ബിഹേവിയർ വിലയിരുത്താനും നമ്മൾ സ്വയം എന്തൊക്കെയോ അറിവുള്ള ആളാണെന്ന് വരുത്തി തീർക്കാനും എല്ലാത്തിനുമുപരി സോഷ്യൽ ബ്രെയിൻ നെറ്റ്വർക്ക്സ് ആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ കുറ്റം പറയാനും കുറ്റം കേൾക്കാനും ഒരു വലിയ പെർസെൻറ്റേജ് ഓഫ് ജനം അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ഒരാൾക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സെറ്റ് ബാക്ക് നമ്മൾ അറിയുമ്പോൾ അവന് അല്ലെങ്കിൽ അവൾക്ക് കിട്ടേണ്ടത് കിട്ടി, അങ്ങനെ തന്നെ വേണം, നന്നായി പോയി, എന്തൊരു അഹങ്കാരമായിരുന്നു, ഇപ്പൊ നിലത്തിറങ്ങിയല്ലോ എന്നൊക്കെയുള്ള മെന്റൽ പ്ലഷർ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് ഒട്ടും സഹായകരമല്ലാത്ത തികച്ചും ടൈം വേസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളറിയാതെ നമ്മുടെ മനസ്സിനെ ഒരു ഗാർബേജ് ബിന്നാക്കി നമ്മൾ മാറ്റുകയും ചുറ്റും കാണുന്ന എല്ലാ നെഗറ്റിവിറ്റിയും കൊണ്ടിടാനുള്ള ഒരു നെഗറ്റീവ് ഡേർട്ടി ബിന്നായിട്ടൊരു ഡസ്റ്റ്ബിൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ഗാർബേജ് ബോക്സ് ആയിട്ടാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുമാണ്
അതിൽ ഉള്ള യഥാർത്ഥ വസ്തുത. നമുക്ക് നല്ല അറിവുകളും നല്ല ചിന്തകളും നല്ല അറിവിൻ്റെ സോഴ്സസും ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ചിന്തകൾ മാറുന്നത്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ എന്നാണ് ഗൗതമ ബുദ്ധൻ വരെ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരാൾക്ക് ഒരു മോശം അനുഭവം ഉണ്ടാകുമ്പോൾ അത് കേട്ട് സന്തോഷിക്കാനും ഒരാവശ്യവുമില്ലാത്ത വളരെ ഫേക്ക് ഡോപ്പമിൻ റൈസ് ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് അവനും മനുഷ്യനാണ്. ഞാൻ അനുഭവിക്കുന്നത് എനിക്കേ അറിയൂ, നാളെ എനിക്ക് ഇതിലപ്പുറമോ വന്നു ചേർന്നേക്കാം. ഈ കൂടെ പോകാനും കൂട്ടം ചേർത്ത് പാടാനും ഒരുപാട് പേരുണ്ടെങ്കിലും ഞാൻ അതിൽ ഉൾപ്പെടാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്കൊരു നല്ല വ്യക്തിത്വമുണ്ട് എന്ന് നമ്മൾ നമ്മളോട് തന്നെ പ്രൂവ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിൻ ഒരു സോഷ്യൽ സ്കോർ ബോർഡ് പോലെ പ്രവർത്തിക്കുമോ? എന്തു പറയുന്നു? ഉറപ്പായിട്ടും നമ്മുടെ ബ്രെയിൻ ഒരു സോഷ്യൽ സ്കോർ ബോർഡ് പോലെ പ്രവർത്തിക്കും. നിരന്തരം വൈവിധ്യമാർന്ന ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കി ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രെയിനെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. അതുപോലെയാണ് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് അവിടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എവിടെ എത്തി? മറ്റുള്ളവർ അവരുടെ ജീവിതത്തിൽ എവിടെയൊക്കെ എത്തി? ഞാൻ എന്തൊക്കെ നേടി? അവരെന്തൊക്കെ നേടി? എൻ്റെ വിജയം എപ്പോഴാണ് എനിക്ക് ലഭിക്കുക? മറ്റുള്ളവർക്ക് ഓൾറെഡി വിജയം ലഭിച്ചു കഴിഞ്ഞോ? ആരാണ് അൺഫെയർ ആയ അഡ്വാൻറ്റേജ് നേടുന്നത്? ആരാണ് ഇത്ര പെട്ടെന്ന് ഒരു ലക്ക് ഫാക്ടർ കൊണ്ട് മാത്രം വലിയ സക്സസിലെത്തിയത്? ഇങ്ങനെയുള്ള നിരന്തരം ക്വസ്റ്റ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്ന് അതിനുള്ള ഉത്തരം നല്ലതും ചീത്തയുമായിട്ടുള്ള സോഴ്സുകളിൽ നിന്നും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കോർ ബോർഡ് സിസ്റ്റം നമ്മുടെ ബ്രെയിനിലും ഉണ്ട്. അതുകൊണ്ടാണ് ഏതോ സ്ഥലത്തുള്ള ഏതോ ഒരാൾക്ക് പറ്റുന്ന വലിയ പരാജയങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ലെങ്കിലും മറ്റൊരാൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, കുറ്റം പറയാൻ കുറച്ച് പേരുണ്ടെങ്കിൽ അത് പല ആളുകൾക്കും പേഴ്സണലി റിലവൻറ്റ് ഇൻഫർമേഷൻ ആയിട്ട് തോന്നുന്നത്. അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല. അവനവൻ്റെ കാര്യം നോക്കി നടന്നാൽ, ലൈക്ക് മൈൻഡ് ഓൺ ബിസിനസ് എന്നുള്ള രീതിക്ക് നടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വല്ലവരുടെയും കാര്യത്തിനൊക്കെ വലിയ പേഴ്സണൽ റിലവൻസ് കാണാനും അതിനെ പോയി പ്രചരിപ്പിക്കാനും അതിൽ പോയി അഭിപ്രായം പറയാനും അത് കുറച്ചുകൂടി സ്പ്രെഡ് ചെയ്യാനും അതിനെടുത്ത് ജീവിതം കുരുക്കിലാക്കാനും ഒന്നും ശ്രമിക്കേണ്ട ആവശ്യങ്ങളില്ലല്ലോ. സെലിബ്രിറ്റീസിന്റെ കാര്യത്തിൽ വളരെ കൂടുതലാണ്. ഒരാൾ വളരെ പെട്ടെന്ന് വളരെയധികം സക്സസ് ആവുന്നു, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വലിയൊരു സ്കാൻഡൽ ഉണ്ടാവുന്നു. സോഷ്യൽ മീഡിയയിൽ അത് വളരെയധികം ആവേശത്തോടു കൂടി ആളുകൾ ഡിസ്കസ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഹൈ സ്റ്റാറ്റസ് പേഴ്സൺ പെട്ടെന്നൊരു സഡൻ ഡൗൺഫോൾ സംഭവിച്ചു എന്ന് നമ്മൾ അറിയുമ്പോൾ അതിന് കിട്ടുന്ന സോഷ്യൽ അറ്റൻഷൻ പ്ലസ് ഇമോഷണൽ കമ്പാരിസൺ പ്ലസ് അൺനെസസറി റിയാക്ഷൻസ്. ഫിനിഷ്. റെസിപ്പി റെഡി. പിന്നെ പുതിയൊരു വിഷയം കിട്ടുന്നത് വരെ ഒരുപാട് പേർക്ക് ആഘോഷിക്കാനുള്ള ഒരു വലിയ ന്യൂസായി അത് മാറുന്നു. അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്രിയേറ്റീവായി ചിന്തിക്കാനും ചെയ്യാനും ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ റിവഞ്ച് റിലേറ്റഡ് ക്യൂരിയോസിറ്റി ഉണ്ടാകും. അതായത് ഒരാൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു പ്രവൃത്തി അയാൾ ചെയ്യുന്നു. പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവൽ റിവഞ്ച് ചെയ്യാൻ കഴിയുന്നതേയില്ല. പക്ഷെ നിങ്ങൾ പിന്നീട് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന, അവരെ കുറ്റപ്പെടുത്തുന്ന, അവരെ അധിക്ഷേപിക്കുന്ന ഒരാളെയോ ഒരു കൂട്ടം ആളുകളെയോ കാണുന്നു. നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾ റിവഞ്ച് ചെയ്യുന്ന ഒരു സന്തോഷം ജനിപ്പിക്കാൻ ആ ഒരു സംഭാഷണങ്ങളും ലിസൺ ചെയ്യുന്നതും അവിടെ പോയി പ്രസന്റ് ആവുന്നതും ഒക്കെ നിങ്ങളെ ഒരുപാട് സഹായിക്കും. അങ്ങനെയാണ് പലർക്കുമെതിരെ കൂട്ടമായി ആക്രമിക്കുന്ന ഒരു കൂട്ടം ഗോസിപ്പ് കമ്മ്യൂണിറ്റീസ് രൂപപ്പെടുന്നത്. 2009 നടന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു പഠനമുണ്ട്. ആ പഠനത്തിൽ ഒരു കൂട്ടം ആളുകളെ പരീക്ഷണ വിധേയരാക്കുകയും ഈ പരീക്ഷണ വിധേയരായ ആളുകൾക്ക് അവർക്കറിയാവുന്ന മറ്റ് ആളുകൾക്ക് സക്സസ് ഉണ്ടാവുമ്പോഴും അതുപോലെ തന്നെ ഡൗൺഫോൾ ഉണ്ടാവുമ്പോഴും മോശം അനുഭവങ്ങളും ഉണ്ടാകാനുള്ള സിറ്റുവേഷൻസ് അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചുകൊണ്ട് അവരെങ്ങനെയാണ് ഓരോ സിറ്റുവേഷനെയും എടുക്കുന്നത്, ഓരോ സിറ്റുവേഷനിലും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇതിൽ നിന്നും മനുഷ്യരിൽ റിവാർഡ് റിലേറ്റഡ് റെസ്പോൺസ് വളരെ കൂടുതലാണെന്നാണ് മനസ്സിലാക്കിയത്. അതായത് ആളുകൾ അവർക്കറിയാവുന്ന മറ്റൊരാളിൻ്റെ സക്സസിൽ എൻവിയസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു ഡൗൺഫോൾ ഉറപ്പായും സന്തോഷം ജനിപ്പിക്കുന്നതാണ്, അതിന് എത്രയൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും. ഇത് ഷാഡൻ ഫ്രോയിഡയുടെ ന്യൂറോ സയൻസ് മനസ്സിലാക്കാൻ ഫ്രീക്വൻലി ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു എവിഡൻസ് കൂടിയാണ്. മറ്റുള്ളവരുടെ വീഴ്ചയെ പറ്റി അറിയാനും കുറ്റം പറയുന്നത് കേൾക്കാൻ കൂടുന്നതുമായിട്ടുള്ള എല്ലാ ആളുകളും ജീവിതത്തിൽ അത്രയധികം മോശം ആളുകളൊന്നുമല്ല. ജീവിതത്തിൽ നല്ലവളായ ആളുകൾക്കും ഇത്തരത്തിലുള്ള കുറ്റം കേൾക്കാൻ പോകുന്നതിനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ ബ്രെയിൻ കമ്പാരിസൺ, എൻവി, റിവാർഡ്, ഫെയർനെസ് എന്നിവയെ ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ടാണ്. പക്ഷെ ആ ഒരു ക്യൂരിയോസിറ്റി മാത്രമായി പോകരുത് നമ്മുടെ ജീവിതവും ചിന്താഗതികളും. ആ ഒരു ക്യൂരിയോസിറ്റി കാരണം നിങ്ങൾ ആ ഒരിടത്ത് പോയി കാര്യങ്ങൾ കേട്ടു എന്നതിനപ്പുറം നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, നിങ്ങളെ ചിന്തകളെ എത്രത്തോളം നല്ല രീതിയിൽ ഹൈജീനിക്കായി കൊണ്ടുപോകുന്നു എന്നതിലാണ് നിങ്ങളുടെ ക്യാരക്ടർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷാഡൻ ഫ്രോയിഡ് പലപ്പോഴും കടന്നു വരുന്നത്
അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമല്ല. പക്ഷേ നിരന്തരം നിങ്ങൾക്ക് ഇത്തരം ഷാഡൻ ഫ്രോയിഡ് അനുഭവങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ, നിങ്ങളുടെ മനസ്സ് ഈ നെഗറ്റിവിറ്റി കേന്ദ്രങ്ങളിൽ മാത്രം വിഹരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. അതായത് മറ്റുള്ളവരുടെ ഫെയിലിയർ കാണാൻ മാത്രമാണ് നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നതെങ്കിൽ, ആരും ഒരിടത്തും രക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് സഹിക്കാനേ പറ്റുന്നില്ലെങ്കിൽ, അത് വളരെ ഗൗരവപരമായി ചിന്തിക്കേണ്ടതും ചികിത്സിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സമൂഹം എന്ന് പറയുന്നത് ഒരുമിച്ച് ഗ്രോ ചെയ്താൽ മാത്രം മുന്നോട്ട് പോകുന്നതാണ്. ഏതെങ്കിലും ഒരാൾ മാത്രം രക്ഷപ്പെട്ടതുകൊണ്ട്, ഒരാൾക്ക് മാത്രം നല്ലൊരു ജീവിതമായതുകൊണ്ട് നമുക്ക് മുന്നോട്ട് സാമൂഹിക ജീവിതം നയിക്കാൻ സാധ്യമല്ല. നമ്മുടെ സൊസൈറ്റിയിൽ യാതൊരു തരത്തിലുള്ള പ്രോഗ്രഷനും ഉണ്ടാവുകയുമില്ല. എല്ലാവരും ഒരേപോലെ ഗ്രോ ചെയ്യുമ്പോഴാണ് ഈ ലോകത്തിന് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത്. അത് മാത്രമേ സസ്റ്റൈനബിൾ ആയിരിക്കുകയുമുള്ളൂ. നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഷാഡൻ ഫ്രോയിഡയുടെ അനുഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ താഴേക്ക് പോകുമ്പോൾ, അവർക്കൊരു പരാജയമോ വിഷമമോ ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കണമോ, അതിനു പകരം ഞാൻ എങ്ങനെ സ്വയം ഉയരണം, ഞാൻ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള പൊസിഷനിൽ എത്തണം എന്നതിൽ എൻ്റെ മുഴുവൻ എനർജിയും ഇൻവെസ്റ്റ് ചെയ്യണമോ എന്നുള്ള ചോദ്യമാണ് നിങ്ങളിനി ഇത്തരം അവസരങ്ങളിൽ ചോദിക്കേണ്ടത്. നെക്സ്റ്റ് ടൈം ഏതെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ ക്യൂരിയോസിറ്റി തോന്നുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ആളുകൾ കൂട്ടം കൂടിയിരുന്ന് കുറ്റം പറയുന്നത് അറിയുമ്പോൾ പോയി ചേരണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളോട് പറയുക, ഈ സമയം കൂടി ഞാൻ എന്നെ വളർത്തുന്നതിനാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. എനിക്ക് ലൈഫിൽ നേട്ടങ്ങൾ ഉണ്ടാവണം, എനിക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവണം. അതിന് ഞാൻ കൊടുക്കേണ്ട എൻ്റെ കൺസിസ്റ്റൻസി, എൻ്റെ സമയം, എൻ്റെ ശ്രദ്ധ എന്നിവ മറ്റൊരു കാര്യത്തിലേക്കും, എസ്പെഷ്യലി നെഗറ്റീവ് കാര്യത്തിലേക്കും, നമ്മുടെ ബ്രെയിനിന് ഉണ്ടാകുന്ന ഫേക്ക് ഹാപ്പിനെസ്സിലേക്കും കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള, സ്റ്റേൺ ആയിട്ടുള്ള, ലോങ് ഡ്യൂറബിൾ ആയിട്ടുള്ള സക്സസ് ആണ് വേണ്ടത്, ഹാപ്പിനെസ് ആണ് വേണ്ടത്. അതിനാണ് ഞാൻ എൻ്റെ എനർജി സ്പെൻഡ് ചെയ്യുന്നത് എന്ന ഒരു തീരുമാനം നമ്മൾ ഓരോരുത്തരും എടുക്കണം. ഇനി ഏതെങ്കിലും അവസരത്തിൽ നിങ്ങൾ വേണമെന്ന് വിചാരിച്ചില്ലെങ്കിലും നിങ്ങളിലേക്ക് കുറേ നെഗറ്റീവ് ഇൻഫർമേഷൻസ് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരാളെ പറ്റിയോ ആളുകളെ പറ്റിയോ മറ്റൊരു കൂട്ടം ആളുകൾ കുറ്റം പറയുന്നത് നിങ്ങളുടെ അറിവിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ മനസ്സിൽ എന്ത് ഇൻഫർമേഷൻ എങ്ങനെ വളരണമെന്ന് ഞാൻ തീരുമാനിക്കും, അല്ലേ? അപ്പോൾ ഈ ഇൻഫർമേഷൻ എൻ്റെ മനസ്സിലേക്ക് എടുക്കണോ, എൻ്റെ ചിന്തകളിലേക്ക് എടുക്കണോ, അതോ അതിൻ്റെ വഴിക്ക് വിടണോ എന്നുള്ള തീരുമാനം നമ്മൾ സ്വയം എടുക്കണം. ഈ ഗോസിപ്പിംഗ് ഒരു മെൻ്റൽ ഹാബിറ്റായിട്ട് മാറാം. ഒരിക്കലും വഴി മാറാൻ സാധ്യതയില്ലാത്ത ഒരു വലിയ കുരുക്ക്. അതായത് കുറ്റം പറയുന്നതിൽ കൂടി, കുറ്റം കേൾക്കുന്നതിൽ കൂടിയിട്ടും കിട്ടുന്ന ടെമ്പററി ആയിട്ടുള്ള സന്തോഷം വീണ്ടും വീണ്ടും ഇത്തരം ശ്രേണികളിലേക്ക് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും, ഇതൊരു സൈക്കിളായിട്ട് മാറുകയും, ഒന്നല്ലെങ്കിൽ മറ്റൊരാളുടെ കുറ്റം കേട്ടുകൊണ്ടേയിരിക്കുക, അത് കഴിയുമ്പോൾ അതിൽ നിന്നൊരു ടെമ്പററി സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, അടുത്ത ആളുടെ കുറ്റത്തിലേക്ക് പോവുക. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്, ഒരാൾ എയറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അടുത്ത ആൾ എയറിലേക്ക് കയറി എന്ന് സന്തോഷത്തോടെ നമ്മൾ പറയാറില്ലേ? നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്തിട്ടാണോ നമ്മൾ ഈ അനാവശ്യ കാര്യങ്ങൾക്ക് പോകുന്നത്? നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ പുരോഗതിക്കോ നമുക്ക് സക്സസ് ഉണ്ടാവാനോ യാതൊരു തരത്തിലും യാതൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത 1000 കാര്യങ്ങളാണ് നമ്മുടെ മനസ്സ് തന്നെ ഒരു ഡസ്റ്റ്ബിനാക്കി നമ്മൾ അതിലേക്ക് എടുക്കുന്നത് എന്ന് നമുക്ക് എപ്പോഴും ഒരു റിയലൈസേഷൻ ഉണ്ടായിരിക്കണം. ഒരിക്കലും ഒരാളെയും ജഡ്ജ് ചെയ്യാൻ പോകരുത്. പകരം ആ ഒരു ഇൻഫർമേഷനെ വേണം നമ്മൾ മനസ്സുകൊണ്ട് ജഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരാൾ നല്ലതാണോ മോശമാണോ എന്നല്ല ചിന്തിക്കേണ്ടത്. എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഇൻഫർമേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം കൺസ്ട്രക്റ്റീവ് ആണോ അതോ ഡിസ്ട്രക്റ്റീവ് ആണോ എന്നാണ് ചിന്തിക്കേണ്ടത്. ഗോസിപ്പ് ട്രിഗേഴ്സ് ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാമോ? ഈ ഗോസിപ്സ് ഒക്കെ കേൾക്കാൻ പോകുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ട്രിഗർ ഉണ്ടായിരിക്കും. നമ്പർ 1, ബോർഡം. പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാനില്ലാത്ത ആളുകൾക്കാണ് ഈ അനാവശ്യ കാര്യങ്ങൾക്ക് പോയി തലയിടാൻ തോന്നുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആണ്, നല്ല രീതിയിൽ ബിസി ആയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാനേ സമയം കിട്ടില്ല. മറ്റാളുകളോട് തോന്നുന്ന അസൂയ, പിന്നെ എല്ലാത്തിനോടും തോന്നുന്ന അൺനെസസറി ക്യൂരിയോസിറ്റി, ലോൺലിനെസ്, സ്വന്തം പ്രോബ്ലംസിൽ നിന്ന് ഒളിച്ചോടാനുള്ള മാനസികമായിട്ടുള്ള ഒരു ത്വര, ഇത്തരം കാരണങ്ങളൊക്കെയാണ് ട്രിഗറിങ് ഫാക്ടേഴ്സ്, ഗോസിപ്പിങ്ങിൽ ഇൻവോൾവ്ഡ് ആകാനുള്ള ഗ്രേറ്റ് ട്രിഗേഴ്സ്. അതുകൊണ്ട് തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് നിങ്ങൾക്ക് ഓൾറെഡി അത്തരത്തിലൊരു നേച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഗോസിപ്പിംഗ് ഹാബിറ്റിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്നും മാറണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഐഡൻറ്റിഫൈ യുവർ ട്രിഗർ ഫാക്ടർ. സെക്കൻഡ് വൺ, കിൽ ദാറ്റ് ട്രിഗർ. സോ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചിന്തിക്കുക, ഞാൻ എന്തുകൊണ്ടാണ് നിരന്തരമായിട്ടും ഇത്തരം നെഗറ്റീവ് വീഡിയോസ് കാണുന്നത്? എന്താണ് അതിന് പിന്നിലുള്ള കാരണം? പൊതുവേ എനിക്ക് ആളുകളോടൊക്കെ ജലസിയാണോ? പൊതുവേ ഞാൻ എപ്പോഴും ലോൺലി ആണോ? അതോ ഞാൻ ബോറടിച്ചിരിക്കുന്നത് കൊണ്ടാണോ? അതോ എൻ്റെ പ്രശ്നങ്ങളിൽ നിന്നൊരു എസ്കേപ്പ് ആയിട്ടാണോ പോകുന്നത്? നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു ഉത്തരത്തിൽ എത്തിച്ചേരാൻ പറ്റും. ആ ഉത്തരം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പകുതി രക്ഷപ്പെട്ടു. ഇനി ആ ഉത്തരം എന്താണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ബോർഡമാണ്, ബോറടിയാണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ല. നമ്മൾ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള 1000 കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. ഒരേ സമയം നമുക്ക് സന്തോഷം തരുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് തരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ മറ്റൊന്നും ഓർമ്മിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒരുപാട് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ആ കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ നമുക്ക് ഒന്നും അറിയുന്നില്ല, എനിക്കൊന്നും കിട്ടുന്നില്ല, എനിക്കൊരു കഴിവില്ല എന്നൊക്കെ തോന്നുന്നത് നിങ്ങൾ അതിനുവേണ്ടി ഇറങ്ങി തിരിക്കാത്തത് കൊണ്ട് മാത്രമാണ്. വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ മുന്നിൽ തന്നെ വരും.
അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ആവശ്യത്തിൽ കൂടുതൽ അറിയാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല എന്നുള്ള ഒരു ബൗണ്ടറി നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ കരുതണം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ അവനവൻ്റെ മനസ്സിൽ ഒരു ചൂലുണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണെന്നുള്ളത്. നമ്മുടെ മനസ്സ് ഒരു ചൂല് കൊണ്ട് ക്ലീൻ ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കുകയും മറ്റുള്ള ആളുകൾക്ക് എന്ത് നെഗറ്റിവിറ്റിയും കൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വേസ്റ്റ് ബിന്നായി നമ്മുടെ മൈൻഡിനെ പുറത്തേക്ക് എക്സിബിറ്റ് ചെയ്യാതെയും ഇരിക്കേണ്ടത് നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. സോ ഡോണ്ട് ഫീഡ് ദ ലൂപ്പ്. ഈ ലൂപ്പ് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ബ്രേക്ക് ചെയ്യാൻ പറ്റൂ. ആളുകളെ എയറിലാക്കുന്നതും ആളുകളെ എയറിൽ നിന്ന് ഇറക്കുന്നതും അടുത്ത ആളുകളെ എയറിലേക്ക് പോകുമ്പോൾ സന്തോഷിക്കുന്നതും ഈ പറയുന്ന എയറിലേക്ക് പോകുന്നു ഇറങ്ങുന്നു എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിയതും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എത്തുന്നത് വരെയേ ഉണ്ടാവുള്ളൂ. അതിനു മുമ്പ് ഈ പറയുന്ന ലൂപ്പ് നമ്മളായിട്ട് തന്നെ ബ്രേക്ക് ചെയ്യുക. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളിൽ ഒരാളായിട്ട് നമ്മൾ ഉണ്ടാകാതെ ഇരിക്കുക എന്നുള്ള ഒരു കാര്യമെങ്കിലും നമുക്ക് വേണ്ടി ചെയ്താൽ നമ്മൾ നമുക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നതാണ്. നമ്മളല്ലാതെ വേറെ ആർക്കാണ് നമുക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യേണ്ടത്? നമ്മുടെ പ്രോഗ്രഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യേണ്ടത്, നമ്മുടെ വ്യക്തിത്വം പോളിഷ് ചെയ്തെടുക്കേണ്ടത്. യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കേൾക്കുക, അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ലോജിക്കലായിട്ടും പ്രോബ്ലം സോൾവിങ് ബേസിസിൽ നമ്മൾ ചിന്തിക്കുക, ക്രിയേറ്റീവായിട്ടിരിക്കുക, ആർക്കും നമ്മളെ കൊണ്ടൊരു സഹായമില്ലെങ്കിലും ആരെയും ഉപദ്രവിക്കാതിരിക്കുക, വേദനിപ്പിക്കുന്ന ആളുകളുടെ കൂടെ പങ്കുചേരാതിരിക്കുക എന്നൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ റിവാർഡ് സിസ്റ്റവും നമ്മുടെ ബ്രെയിനിലുള്ള ഡോപ്പമിൻ ക്രിയേഷനും ഒക്കെ വേറൊരു തരത്തിലേക്ക് മാറും. ശരിക്കും സ്റ്റേബിൾ ആയതും സന്തോഷം തരുന്നതും ആരോഗ്യം തരുന്നതും ചെറുപ്പം നിലനിർത്തുന്നതും ഒക്കെ നമ്മുടെ നല്ല ചിന്തകൾ, നമ്മുടെ നല്ല വ്യക്തിത്വവും ആയിരിക്കും. മറ്റുള്ളവരുടെ വലിയ സർട്ടിഫിക്കറ്റ്സ് ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മളെ എങ്ങനെ ഗ്രോ ചെയ്യാൻ അനുവദിക്കുന്നു എന്നതാണ് കാര്യം. മറ്റുള്ളവരുടെ പ്രൈവറ്റ് ലൈഫ് നമ്മുടെ എൻ്റർടൈൻമെൻ്റ് അല്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് ലൈഫ് മറ്റൊരാൾക്കും എൻ്റർടൈൻമെൻറ്റിനായി വിട്ടുകൊടുക്കേണ്ടതും ഇല്ല. നമ്മൾ എന്ത് കേൾക്കുന്നു, നമ്മൾ എന്ത് അറിയുന്നു എന്നത് നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നു. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ഇമോഷൻസിനെ വാർത്തെടുക്കുന്നത്. നമ്മുടെ ഇമോഷൻസ് ആണ് നമ്മുടെ ജീവിതത്തെ ഏത് വഴിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് പ്രൊട്ടക്റ്റ് യുവർ പീസ്. നോട്ട് എവറി സ്റ്റോറി ഡിസേർവ് എ പ്ലേസ് ഇൻ യുവർ ലൈഫ്. താങ്ക് യു ഫോർ വാച്ചിങ്. നമസ്കാരം.